Jennifer Lopez or scanning one day mattum girlfriend aga Maria Jennifer Lopez or scanning one day mattum girlfriend aga Maria എന്ന് തന്നെ തോപ്പിക്കാൻ നോക്കണ്ട. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും. ലെറ്റ് മീ സീ. എത്ര തോറ്റാലും ഇവന്റെ കോൺഫിഡൻസിന് ഒരു കുറവില്ലല്ലോടാ. എനിക്കിതുപോലെ കുറെ എതിരാളികൾ ഉണ്ടായാലല്ലേ ഒരു ഫണ്ണൊക്കെ ഉള്ളു. എടാ ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, കുറച്ച് പരിപാടി ഉണ്ട്. എടാ ഞങ്ങളും നാളെ ഉണ്ടാവില്ല, കുറച്ച് പരിപാടി ഉണ്ട്. നാളെ പണം എടുക്കാൻ ഇവിടെ സിംഗിൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല ബ്രോ, ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ബ്രോ നാളെ വന്ന് ഞങ്ങൾ കാണണ്ടായ വിഷമിക്കത്തില്ല. ബ്രോ വരണ്ട നാളെ. ഇതേ എന്നെ വല്ലാണ്ട് ആക്കണ്ടാട്ടാ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ റിയലി കമ്മിറ്റഡ് ആണ്. ഞങ്ങൾ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുന്നതാ. ആക്ച്വലി ഞാനും നാളെ വരുന്നില്ല. ഓക്കെ? എടാ അവൻ സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? ആ മട്ടും പാവൊക്കെ കണ്ടിട്ട് സീരിയസ് ആണോ തോന്നുന്നു. നാളെ അറിയാം. கொஞ்சம் அணைச்சுக்கோ என்ன வளைச்சுக்கோ தாராளமா. അവളുമാരൊക്കെ ആരാന്ന വിചാരം? മാസാമാസം ബോയ് ഫ്രണ്ട് മാറ്റുന്ന ആൾക്കൊക്കെ എന്റെ പാവം ബോയ് ഫ്രണ്ടിനെ അപമാനിക്കാൻ എന്താ അധികാരം? സോറി ചോയ, നിങ്ങളുടെ കാര്യം എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആക്കി വെച്ചേക്കുന്ന. എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. ഞാൻ എന്തായാലും നാളെ കോളേജിൽ പോകുന്നില്ല. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ശരി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹൈവേക്ക് മുമ്പുള്ള ജംഗ്ഷനിൽ കയറുന്ന മുമ്പ് തന്നെ തീർത്തേക്കണം. അവിടെ അടുത്തെങ്ങാൻ ആരും ഉണ്ടാവില്ല, CCTV ഉണ്ടാവില്ല. ഭാഗ്യം ഇന്ന് തന്നെ തീർന്നിരിക്കണം. അവൻ മറ്റന്നാളത്തെ റേസ് പങ്കെടുക്കാൻ ഉണ്ടാവരുത്. ഓക്കെ ബോസ്. എന്താ ഒരു ഫൈറ്റിനുള്ള പുറപ്പാടാണോ? ആണെങ്കിൽ എനിക്ക് തീരെ സമയമില്ല. സോ നാളത്തേക്ക് ഫൈറ്റ് പോസ്റ്റ്പോൺ ചെയ്യാം. ഇപ്പൊ മോൻ തൽക്കാലത്തിന് ചെല്ലാൻ നോക്ക്. എനിക്ക് ഓർഡർ തന്നെ. താൻ എന്റെ ബോസ് ഒന്നല്ല. ഞാൻ തല്ലാൻ വന്ന തല്ലിരിക്കും, കൊല്ലാൻ വന്ന കൊന്നിരിക്കും. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ദേ ഞാൻ 5 വരെ എണ്ണും. അതിനുള്ളിൽ നീ ഇവിടുന്ന് ഓടിക്കോണം. അല്ലെങ്കിൽ ഇത് പ്രാങ്ക് ആയിരുന്നു. അങ്ങോട്ട് ക്യാമറ. ഓഹോ പ്രാങ്ക് ആയിരുന്നോ? ഏട്ടാ മോനെ. ആരെ വിളിച്ചു കൂട്ടാനടി ഈ ഒച്ചെടുക്കുന്നേ? എന്തേ നിന്റെ വായിൽ വല്ലതും കേറ്റി വെച്ചിട്ടുണ്ടാ? എന്തിനടിച്ചിരിക്കുന്നേ? ഈ പാതിരാത്രിയില് നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്യുന്നേ? എന്താ വല്ല സ്പൈയോ ആണോ? ഞാനിങ്ങനെ ആക്സിഡന്റലി നടന്നപ്പോ വന്നപ്പോ കണ്ടതാ. ഞാൻ പിന്നെ സ്പൈ ഒന്നുമല്ല. സ്പൈ ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കുവോ? പാതിരാത്രിക്ക് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടക്കുന്നു. Do you want to get kidnapped so badly? No, I regret it. റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പേരൻസിന് അറിയോ നീ ഇങ്ങനെ നടക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. ഈ മിഡ് നൈറ്റില് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ എന്താ ഉണ്ടാവാന്നറിയോ? ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ആരും ഉണ്ടാവില്ല. വാട്ട് എ ഡം ഐഡിയ. ഞാൻ പൊക്കോട്ടെ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ വിടുന്നു? അല്ല ചേട്ടാ, പപ്പയും മമ്മ എനിക്കണോ തിരിച്ചെത്തണം. എന്നെ സ്പൈ ചെയ്തതിന് ഒരു പണിഷ്മെന്റ് തരാണ്ട് എങ്ങനെയാ വിടാ? പണിഷ്മെന്റ് ചേട്ടാ, ഞാൻ ആരോടും പറയത്തില്ല. എന്താ കണ്ടെന്ന് സത്യമായിട്ടും പറയത്തില്ല. ചേട്ടനെ തന്നെ മറന്നു കളഞ്ഞേക്കാം. എന്നാ ഇത് നമ്മ തമ്മിലുള്ള സീക്രട്ട് ആയിരിക്കട്ടെ. അപ്പൊ എന്നെ വിടുവോ? പക്ഷേ നീ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്ത് കാര്യം? എന്റെ കൂടെ വാ. ഞാൻ വരില്ല. നീ വരില്ല അല്ലേ?
എന്തെത്ര ആലോചിച്ച് നിൽക്കുന്നേ? ഞാൻ വരാം. അവിടെ പോയിരിക്കി. എന്തോന്ന് ക്രിസ്റ്റോപ്പാ വല്ല ബിൽഡിങ്ങിനും കൂട്ടിക്കൊണ്ടുവന്ന് വിചാരിച്ചപ്പോ. ഇത്ര കെയർ ഫ്രീ ആയിട്ടുള്ള ഗേളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ ദൈവം രക്ഷിച്ചേക്കണേ. സോറി ചായ, എന്നോട് ക്ഷമിച്ചേക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നീ എന്തിനാ ശരിക്കും പാതിരാത്രി ഇറങ്ങി നടക്കുന്നേ? ഞാനൊരു ഐസ്ക്രീം തിന്നാൻ വന്നതാ. ഇതൊക്കെ നിന്റെ പപ്പയും മമ്മയും കണ്ടുപിടിച്ചാലോ? അതൊന്നും എനിക്കറിയില്ല. വാ പോവാ, ഒരു ഐസ്ക്രീം മേടിച്ചു തരാം. ഒന്നും ചെയ്തില്ലല്ലോ. അറിയാം മാഫിയ. വാട്ട് ഫാം? nothing. എന്താ പേടിയാണോ? ഇല്ല, അല്ല ചെറുതായിട്ട്. മാഫിയ ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാനങ്ങനെ സ്വീറ്റ് ആയിട്ടൊന്നും കഴിക്കാറില്ല. എന്നാലും എന്നാ ഒരു ഫ്ലേവർ സജസ്റ്റ് ചെയ്യും. എനിക്ക് സ്ട്രോബെറി ഇഷ്ടം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താണ് ഇഷ്ടം? എനിക്കിഷ്ടായി. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? അത്രയ്ക്ക് അത്യാവശ്യമാണോ? ഇത് എടുത്തോ. ഓ, ഇത്ര ഹാൻസം ആയിട്ടുള്ള എന്റെ കൂടെ ഫോട്ടോ എടുക്കാണ്ട് അവള് ഐസ്ക്രീമിന്റെ കൂടെ ഫോട്ടോ എടുത്തേക്കുന്നു. സ്ട്രോബെറി സിംഗിൾ ആണല്ലേ? അല്ലല്ലോ. കണ്ടാലും പറയും. ഒത്തില്ല. ആക്ച്വലി ഞാൻ ചോദിച്ച കാര്യം ചെയ്തില്ല. അതിനൊന്നും ചോദിച്ചില്ലല്ലോ. ഇപ്പൊ ചോദിക്കാം. താൻ നാളെന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും. ഞാനോ? അതിനാര് പറഞ്ഞു വരില്ലാന്ന്? നാളെ 8:30 റെഡിയായി നിന്നോണം, ഞാൻ വരും. ശരി. നാളെ എന്റെ കൂടെ വരേണ്ടതല്ലേ? സോ വാപ്പർ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പൊക്കോ. എന്നെ കാണാൻ ക്യൂട്ടാ. സോറി ചായ, ഞാൻ ചതിക്കണമെന്നല്ല കേട്ടോ. ഹായ്, വാ പോവാം. ഇതിപ്പോ കുറെ നേരമായാലും മോത്തോക്കി മിണ്ടാണ്ടിരിക്കുന്നു. എന്തോ പോലെ തോന്നുന്നു. തന്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ? സ്ട്രോബെറി. എന്റെ പേര് സ്റ്റെല്ല. മാഫിയ ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജിബി. ഞാൻ പിന്നെ മാഫിയ ഒന്നുമല്ല, ബൈക്ക് റേസറാണ്. ആണല്ലേ? സ്ട്രോബെറി, നമുക്ക് പോവാം. എന്റെ ഈ ഫോണില് ഫോട്ടോ എടുക്കൂ. ചേട്ടന്റെ ഫോട്ടോയാണോ? അല്ല, നമ്മുടെ. ഇവിടെ നിൽക്കോ, ഞാനൊരു സാധനം മേടിച്ചിട്ട് തരട്ടെ. സ്ട്രോബെറി, മാഫിയ ചേട്ടാ, ഞാൻ മരിക്കാൻ പോവാ. എന്റെ ചിങ്ങനേട്ടാ, ഞാൻ സ്വർഗത്തിലെത്തിയോ? നിന്നെ ഞാൻ പരലോകത്തെത്തിക്കും. ഉച്ചയുടെ മണ്ടയില് സൂര്യൻ വെച്ചു, എന്നിട്ട് അവള് കിടന്നുറങ്ങാം. പിച്ചും പെയ്യും പറയാണ്ട് എനിക്ക് ഓടി. ഞാൻ നരകത്തിൽ തന്നെ ആയിരുന്നു. ഇതൊക്കെ ഇപ്പൊ സ്വപ്നമായിരുന്നു. ആക്സിഡന്റ് ആയിട്ട് തലയ്ക്ക് നല്ല വേദനല്ലോ. എന്താ അമ്മ വീണ്ടും വന്നേ? ഞാൻ ഇനീറ്റു. ഞാൻ നിന്നെ വിളിക്കാൻ വന്നതല്ല, ഞാൻ നിന്നെ എടുത്തെറിഞ്ഞ ചപ്പാത്തി കോലും എടുക്കാൻ വന്നത്. അതും എടുത്ത് തന്നേടി. യു ചീറ്റ് മമ്മി. മമ്മിയാണല്ലോ എന്നെ ആക്സിഡന്റ് ആക്കിയത്. നല്ല സ്വപ്നമായിരുന്നു. ഞാൻ പോണു. അങ്ങനെ കമ്മിറ്റഡ് ആവാണ്ട് ഒരു വാലന്റൈൻസ് ഡേ കൂടെ.